بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫ മാഫിയത്തും പ്രദാനം ചെയ്യട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാനും അവസാനം അത്യുന്നതമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രദാനം ചെയ്യട്ടെ. മക്ക വിജയമുണ്ടായ ദിവസം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ചില ഖുറൈശി പ്രമുഖന്മാരുടെ പേര് പറഞ്ഞ് സ്വഹാബത്തിനോട് പറഞ്ഞു, ഉഖ്തുലു ഹൗലാഇ വഇൻ വജദ്തുമുഹും മുതഅല്ലിഖീന ബി അസ്താരിൽ കഅബ. ഈ ആളുകളെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊലപ്പെടുത്തണം. അവർ കഅബയുടെ വിരിയിൽ പിടിച്ച് ഖില്ലയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ പോലും വെറുതെ വിടാൻ പാടില്ല, അവർ കൊന്നു കളയണമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ ചില ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിരുന്നു. മക്കയിലെ ജനങ്ങൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബത്തിനോടും ചെയ്ത ക്രൂരതകൾക്ക്, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാലും എല്ലാവർക്കും പൊതുമാപ്പ് കൊടുത്തു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇൻതലിഖു ഇദ്ഹബു അൻതും ത്വലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങളെല്ലാം സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ചില ആളുകളുടെ പേര് പറഞ്ഞ് ഒരുപാട് ദ്രോഹം ചെയ്ത, പലരെയും കൊന്നുകളഞ്ഞ, സ്വഹാബത്തിൽ പലരെയും വധിച്ചു കളഞ്ഞ, നിബിതങ്ങൾക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ നേതൃത്വം കൊടുത്തിരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞ് അല്ലാഹു റസൂൽ പറഞ്ഞിരുന്നു, ഇവർ കഅബയുടെ ഖില്ല പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ പോലും വെറുതെ വിടാൻ പാടില്ല, കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അവരിലെ പ്രധാനിയായിരുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റളിയല്ലാഹു തആല. ഇക്രിമ ഒരുപാട് യുദ്ധങ്ങളിൽ പ്രവാചകന് നേരെ, സ്വഹാബത്തിന് നേരെ നേതൃപരമായ പങ്ക് വഹിച്ച ആളാണ്. ഒരുപാട് ശത്രുത കാണിച്ചിരുന്ന ഇക്രിമയെ കൊല്ലാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തു. ഭയന്ന് പോയ ഇക്രിമ വേഗം മക്ക വിട്ടു പോയി. അദ്ദേഹം നേരെ യമനിലേക്ക് പോകാൻ വേണ്ടി ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. ജിദ്ദയിൽ നിന്നൊരു കപ്പൽ കയറി എങ്ങനെയെങ്കിലും യമനിലെത്തി സുരക്ഷിതമായിട്ട് ജീവിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം മക്ക നഷ്ടപ്പെട്ടിരിക്കുന്നു. മക്ക ഇന്നീ മുഹമ്മദിൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുസ്ലിമുകളുടെ അധീനതയിലാണ്, ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഇക്രിമ നേരെ യമനിൽ പോയി ജീവിക്കാൻ വേണ്ടി കപ്പൽ തേടി ജിദ്ദ തുറമുഖത്തെത്തി. അയാളുടെ ഭാര്യ ഉമ്മു ഹക്കീം റളിയല്ലാഹു തആല അൻഹ മുസ്ലിമത്തായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഇക്രിമ ഖദ് ഹറബ മിൻക ഫആമിൻഹു, എൻ്റെ ഭർത്താവ് ഇക്രിമ അങ്ങയെ ഭയന്നുകൊണ്ട് നാട് വിട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം മക്ക വിട്ടു പോയിട്ടുണ്ട് നബിയെ. താങ്കൾ അദ്ദേഹത്തിന് നിർഭയത്വം കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിനെ വധിക്കില്ല എന്ന് താങ്കൾ ഉറപ്പ് തരികയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ തിരിച്ചു വന്നേക്കും, ഇസ്ലാമിൻ്റെ ഒരു മുതൽക്കൂട്ടായേക്കുമെന്ന് ഉമ്മു ഹക്കീം ഭാര്യ അല്ലാഹു റസൂലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രം. ഇതുപോലത്തെ ഒരു മഹാൽ വ്യക്തിയെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇത്ര ദ്രോഹം കാണിച്ച ആളുകൾക്ക് പോലും അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുത്തു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഹോ ആമീൻ, എൻ്റെ ഭർത്താവ് തിരിച്ചു വരട്ടെ, അദ്ദേഹം നിർഭയനാണ്, സമാധാനപരമായിട്ട് വരാം, അദ്ദേഹത്തിനെതിരെ എൻ്റെ അനുയായികളിൽ നിന്ന് ഒരാക്രമണവും ഉണ്ടാവില്ല, തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മു ഹക്കീം അദ്ദേഹത്തിനെ തേടിക്കൊണ്ട് ജിദ്ദയിലേക്ക് പോകുന്ന ചരിത്രമൊക്കെ നീണ്ടൊരു ചരിത്രമാണ്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നേരെ പോയി ഭർത്താവിനെ കണ്ടെത്തി. അദ്ദേഹം കപ്പൽ കയറാൻ കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഭാര്യ ഭർത്താവിനോട് പറയാണ്, ജിഅ്തുക മിൻ ഇൻദി ഔസലിൻ നാസ്, ഞാൻ വന്നത് ഈ ഭൂമിയിലെ മനുഷ്യരിലെ ഏറ്റവും വലിയ കുടുംബബന്ധം പുലർത്തുന്ന വ്യക്തിയുടെ സമീപത്തു നിന്നാണ്. മനുഷ്യകുലത്തിലെ ഏറ്റവും
ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വ്യക്തിയുടെ സമീപത്ത് നിന്നാണ് ഞാൻ വന്നത്. വഖൈരിന്നാശി, ഭൂമുഖത്തെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയുടെ സമീപത്ത് നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വഖദിസ്തഅമൻതുഹു ലക് ഫഅമ്മനക്, ഞാൻ അങ്ങേക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ മഹാനായ പ്രവാചകനോട് അമാൻ ചോദിച്ചിട്ടുണ്ട്, നിർഭയത്വം ചോദിച്ചിട്ടുണ്ട്. അങ്ങയെ സ്വീകരിക്കാനും നിങ്ങൾ ആക്രമിക്കാതിരിക്കാനും ആ മഹാത്മാവ് തയ്യാറാണ്, അതുകൊണ്ട് തിരിച്ചു വരുമെന്ന് ഉമ്മു ഹക്കീം റളിയല്ലാഹു തആല അൻഹ ഇക്രിമയോട് പറയാണ്. അങ്ങനെ ഇക്രിമ തിരിച്ചു വരാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പ്രവേശനം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ ഏടാണ്. പിൽക്കാലത്ത് അദ്ദേഹം ഒരുപാട് സേവനം ഇസ്ലാമിന് വേണ്ടി ചെയ്തു. യർമൂക്ക് യുദ്ധത്തിൽ സാക്ഷിയായി. അപ്പം അദ്ദേഹം ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് മടങ്ങുകയാണ്. ഇസ്ലാം പുൽകാൻ ഇരിക്കുന്നു എന്ന വാർത്ത അള്ളാഹു റസൂലിന്റെ ചെവിയിലെത്തിയപ്പോൾ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വഹാബ, യഅതീകും ഇക്രിമതു ബിൻ അബീ ജഹൽ മുഅ്മിനൻ മുഹാജിറൻ. അബൂജഹലിൻ്റെ മകൻ നമ്മുടെ ഒരുപാട് ദ്രോഹിച്ച മനുഷ്യനാണ്, ഒരുപാട് ക്രൂരത കാണിച്ച മനുഷ്യനാണ്. ഇസ്ലാമിനെയും പ്രവാചകനെയും അങ്ങേയറ്റം ദ്രോഹിക്കാൻ തൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ വ്യക്തിയാണ് അബൂജഹൽ. അദ്ദേഹത്തിൻ്റെ മകൻ ഇക്രിമ മുഅ്മിനായിക്കൊണ്ട് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഫലാ തസുബ്ബു അബാഹു, നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പിതാവിനെ ചീത്ത പറയരുത്. അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂജഹൽ ഒരുപാട് ക്രൂരത ചെയ്ത ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാപ്പാൻ ഒരിക്കലും ചീത്ത പറഞ്ഞു പോകരുത്. കാരണം ഫഇന്ന സബ്ബൽ മയ്യിതി യുദിൽ ഹയ്യ, മരിച്ച ആളുകളെ ചീത്ത വിളിച്ചാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും. ഇക്രിമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ പിതാവിനെ വിമർശിക്കുമ്പോൾ, പിതാവിനെ ചീത്ത വിളിക്കുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അബൂജഹൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശേഷിപ്പിച്ചൊരു പദമുണ്ട്, ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്നാണ്. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ ഫിർഔൻ, ഈ സമുദായത്തിലെ ഫിർഔൻ എന്ന് റസൂൽ വിശേഷിപ്പിച്ച അതിക്രൂരനായ മനുഷ്യനാണ് അബൂജഹൽ. ആ അബൂജഹലിനെ നിങ്ങൾ വിമർശിക്കരുതേ, കുറ്റം പറയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു റസൂലുള്ളാഹിൻ്റെ വാക്കിൽ നിന്നൊരു വലിയ പാഠമാണ് ഉമ്മത്തിനെ റസൂൽ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെയും ഒരു മുസ്ലിമിൻ്റെയും ഒരു മനുഷ്യന്മാരുടെ ആരുടെയും മനസ്സിന് നോവുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ മുഅ്മിനീങ്ങളിൽ നിന്നുണ്ടാവാനേ പാടില്ല എന്ന കൃത്യമായ പാഠമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക്, മാലാഖമാരെക്കാളും മലക്കുകൾ എത്ര വിശുദ്ധരാണ്. ആ മലക്കുകളെ പറ്റി പോലും പറയാത്തൊരു വർത്തമാനമാണ് അല്ലാഹു മനുഷ്യരെ കുറിച്ച് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം എന്നാണ്. മനുഷ്യ സമൂഹത്തിന് നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യൻ ആദരണീയനാണ്, ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. അവൻ്റെ ആദരവിന്, അവൻ്റെ ബഹുമാനത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും തന്നെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചൊരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ ഒരു മുസ്ലിമിൻ്റെ മഹത്വം നമുക്ക് വിവരിക്കേണ്ടതില്ല. ഞാൻ പലപ്പോഴും കേട്ട അല്ലെങ്കിൽ ഉദ്ധരിച്ചൊരു ഹദീസ്, ഇവിടെ തന്നെ ഞാൻ പലപ്പോഴും ഉദ്ധരിച്ച ഹദീസുണ്ട്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബയെ നോക്കി അല്ലാഹു റസൂൽ പറയാണ്, മാ അത്യബക്, എന്തൊരു വൈശിഷ്ട്യമാണ്, എന്തൊരു വിശുദ്ധിയാണ് കഅബ നിനക്ക്. വ അത്യബ റീഹകി, എന്തൊരു സുഗന്ധമാണ് കഅബ, ആത്മീയമായ സുഗന്ധമാണ് നിന്നിൽ നിന്നുണ്ടാവുന്നത്. വമാ അഅലമക്, നിനക്ക് എന്തൊരു മഹത്വമാണ് കഅബ. വമാ അഅലമ ഹുർമതകി, നിനക്ക് എന്തൊരു മഹാത്മ്യമാണ് കഅബ. കഅബയുടെ മഹാത്മ്യവും പ്രാധാന്യവും ഒക്കെ അല്ലാഹു റസൂൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ, എന്നാൽ ഈ മുഹമ്മദിൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ പടച്ചവൻ തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക്, ഒരു സത്യവിശ്വാസിക്ക് നിന്നെക്കാൾ മഹത്വമുണ്ട്. കഅബയുടെ അല്ലാഹു റസൂൽ പറയാണ്, നിനക്കൊരുപാട് മഹത്വമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. കോടാനുകോടി മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരമാണ് വിശുദ്ധമായ കഅബ. 5 നേരം വിശ്വാസി അങ്ങോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു മുഅ്മിനെ ഖബറടക്കപ്പെടുന്നത് താൻ അവസാനമായിട്ട് അന്തി ഉറങ്ങുന്നത് കഅബയിലേക്ക് തിരിച്ചു കിടത്തിക്കൊണ്ടാണ്. ഇങ്ങനെ വൈകാരികമായി മുസ്ലിമിനോട് ഹൃദയബന്ധമുള്ള വിശുദ്ധമായ കഅബ, ആ കഅബയെ നോക്കി അല്ലാഹു റസൂൽ പറയാണ്, നിന്നെക്കാൾ മഹത്വമാണ് ഒരു മുഅ്മിനിനുള്ളത്, ഒരു സത്യവിശ്വാസിക്ക്, ഒരു ഈമാനുള്ള യഥാർത്ഥ മുഅ്മിന് നിന്നെക്കാൾ അല്ലാഹുവിൻ്റെ അടുത്ത പദവിയും സ്ഥാനവും ഉണ്ട്. ഒരു മുസ്ലിമിൻ്റെ വലിപ്പം എത്രയാണ്. ദമിഹി വമാലിഹി വഅർളിഹി, റസൂൽ പറഞ്ഞു, മുഅ്മിനിൻ്റെ രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവുമൊക്കെ നിന്നെക്കാൾ വിശുദ്ധമാണ് കഅബ.
പിന്നെ റസൂൽ പറഞ്ഞു വഅയ്യുദന്ന ബിഹി ഇല്ലാ ഖൈറ, ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാവൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിചാരമേ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകാവൂ. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളോട്, മുഅ്മിനീങ്ങളോട്, അവരെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല വിചാരം വെച്ച് പുലർത്തണം. വഅയ്യുദന്ന ബിഹി ഇല്ലാ ഖൈറ, ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കാം. നെഗറ്റീവുകൾ എല്ലാവർക്കും ഉണ്ടാകും, ദുസ്വഭാവങ്ങൾ ഒരുപാടുണ്ടാകും മനുഷ്യർക്ക്, അതില്ലാത്ത ആരെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം അത് നിങ്ങൾ നോക്കരുത് എന്നാണ്. മനുഷ്യൻ്റെ നെഗറ്റീവുകളും മൈനസുകളും നോക്കരുത്, പോസിറ്റീവുകൾ മാത്രം നോക്കുക, നന്മകൾ മാത്രം കാണുക, തിന്മ കാണാതിരിക്കുക എന്ന് അല്ലാഹു റസൂൽ പറയുകയല്ല, അങ്ങനെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. പലതവണ മദ്യപാനത്തിൻ്റെ പേരിൽ പിടികൂടപ്പെട്ട് ഹാജരാക്കപ്പെട്ടു നബിയുടെ മുമ്പിൽ ഒരു മനുഷ്യനെ. ഒന്നല്ല രണ്ടല്ല, പല തവണ പിടികൂടി നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിനെ. അവസാനം ഒരിക്കൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന സമയത്ത് അയാൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മദ്യപാനത്തിൻ്റെ പേരിൽ പിടികൂടപ്പെടുന്ന ആളുകൾക്ക് അടിയാണ് ശിക്ഷ കൊടുക്കേണ്ടത്, 40 അടി കൊടുക്കണം. അടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി ഇപ്രകാരം പറഞ്ഞു, കുരുത്തം കെട്ടവൻ, അല്ലാഹുമ്മ ലഅൻഹു മാ അക്സറ മാ യുതാബിഹി, അല്ലാഹുവേ നീ ഇയാളെ ശപിക്കണേ. എത്ര സമയമായിട്ട് അല്ലാഹു റസൂലിന്റെ മുമ്പിൽ എത്ര തവണയാണ് ഇയാളെ മദ്യപാനത്തിൻ്റെ പേരിൽ കള്ള് കുടിച്ചിട്ട് കൊണ്ടുവരുന്നത്, ഇയാളെ നീ ശപിക്കണേ എന്ന്. കള്ളുകൂടി ഏറ്റവും വലിയ നെഗറ്റീവാണ്, മൈനസാണ്, വൃത്തികെട്ട സ്വഭാവമാണ്. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യരെ തിരുത്തി. ലാ തൽഅനൂഹു സഹാബ, ഇങ്ങനെ ശപിക്കാൻ പാടില്ല ഈ മനുഷ്യനെ. കാരണം മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അറിഞ്ഞിടത്തോളം, എൻ്റെ അറിവിൻ്റെ പരിധിയിൽപ്പെട്ടിടത്തോളം ഈ മനുഷ്യൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. മദ്യപാന മോശമാണ്, പക്ഷേ റസൂൽ അത് അവഗണിക്കുന്നു, അത് മാറ്റിവെക്കുന്നു, അദ്ദേഹത്തിൻ്റെ നന്മ കാണുന്നു. അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് അദ്ദേഹത്തിന്. ഇതാണ് മനുഷ്യൻ്റെ തിന്മകളെ മാറ്റി വെച്ചുകൊണ്ട് അവൻ്റെ നന്മകളെ കണ്ടെത്താൻ വിശ്വാസിക്ക് സാധിക്കണം. വഅയ്യുദന്ന ബിഹി ഇല്ലാ ഖൈറ, നന്മ മാത്രം കാണുക, നന്മ മാത്രം വിചാരിക്കുക. റസൂലിൻ്റെ അധ്യാപനമാണത്. ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന് പറയുന്ന സ്വഹാബി, മദീനക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം മദീനയിൽ ഉണ്ടാകുന്ന സമയത്ത്, ശരിക്കും മക്കയിൽ നിന്ന് വന്നാണ്, മുഹാജിറാണ്. അദ്ദേഹം ചെയ്തത് ഗുരുതരമായ തെറ്റായിരുന്നു. നാം പലപ്പോഴും കേട്ട സംഭവമായിരിക്കും ഇത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സ്വഹാബത്തും മക്ക ഫതഹാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വളരെ രഹസ്യമായിട്ട് നബി തങ്ങൾ സ്വഹാബത്തുമായിട്ട് ഈ യാത്ര പ്ലാൻ ചെയ്തു. കാരണം ശത്രുക്കൾ അറിയാൻ പാടില്ല, അവർ മുന്നൊരുക്കം നടത്താൻ പാടില്ല. ഒരു പെട്ടെന്ന് മക്കയിൽ അടിച്ചു കയറി മക്ക തിരിച്ചു പിടിക്കണം, അത് അഭിമാന പ്രശ്നമാണ്. അതായത് പ്രവാചകൻ ഏറ്റവും അടുത്ത ആളുകളുമായിട്ട് മാത്രം ഈ രഹസ്യ നീക്കം പങ്കുവച്ചു. എന്നാൽ അബൂ ഹാത്തിം ബിൻ അബീ ബൽതഅ എന്ന് പറയുന്ന സ്വഹാബി ഇത് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം മക്കയിലെ ഖുറൈശികൾക്ക് ഈ വിവരം ചോർത്തി കൊടുക്കുകയാണ്. എത്ര വലിയ തെറ്റാണത്! അദ്ദേഹം ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ്, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭംഗമുണ്ടാക്കുന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നീക്കം തകർക്കുന്നതാണ്. മക്ക തിരിച്ചു പിടിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നിടത്ത് അതിന് പാരവെക്കുന്ന ഒരു വളരെ വലിയ തെറ്റാണ് ഹാത്തിം ചെയ്തത്. അദ്ദേഹം സ്വകാര്യമായിട്ടൊരു കത്തുണ്ടാക്കി ഖുറൈശിയിൽ കൊടുത്തയക്കാണ്, ഇങ്ങനെ നബിയും സഹാബത്തും അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളത്. അദ്ദേഹം നല്ല മുഅ്മിനാണ്, പക്ഷെ അങ്ങനെ തെറ്റുപറ്റിപ്പോയി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വഹി മുഖേന വിഷയം അറിഞ്ഞു. അദ്ദേഹത്തിന് പിടികൂടി നബിയുടെ ഈ കത്ത് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിന് അല്ലാഹു റസൂൽ ചോദ്യം ചെയ്തു. അദ്ദേഹം വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് കൊണ്ട് നബിയോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അല്ലദി ഹാദ മുനാഫിഖ്, നബി ഈ മുനാഫിഖിന്റെ പെരട് ഞാൻ മുറിക്കാൻ പോവാണ്, എന്നെ അനുവദിക്കണമെന്ന്. ഇയാൾ ചെയ്തത് ചെറിയ തെറ്റല്ല. ഇസ്ലാമിക സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, മദീന ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ സ്വകാര്യമാണ് ചോർത്തി കൊടുത്തിരിക്കുന്നത്. ഇയാളെ കൊല്ലണം എന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾ ചെയ്ത വലിയ തെറ്റാണ്, ശരിയാണ്. അല്ലാഹു റസൂൽ പറയാണ്, ഇന്നഹു ഖദ് ശഹദ ബദറൻ, ഉമർ നിനക്കറിയുമോ ഇയാൾ ബദറിൽ പങ്കെടുത്ത ആളാണ്, ബദറിൽ നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്ന ആളാണ്. വമാ യുദ്രീക ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദർ, ഒരു പക്ഷേ അല്ലാഹു ബദറിൽ പങ്കെടുത്ത വ്യക്തികളിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞില്ലെങ്കിലോ, യാ അഹ്ല ബദർ, ഓ ബദരീങ്ങളെ, ഇഫ്അലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞാൻ നിങ്ങളോട് പുറത്തിരിക്കുന്നു എന്നൊരു പക്ഷേ അല്ലാഹു പറഞ്ഞെങ്കിലോ. അത്ര വലിയ പദവിയുള്ള ആളുകളാണ് ബദരീങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ അയാളുടെ ആ നന്മ കാണുന്നു, ബദറിൽ പങ്കെടുത്തു എന്നുള്ള നന്മ. അയാൾ ചെയ്ത ഗുരുതരമായ തെറ്റ് മറക്കുകയാണ്. എങ്ങനെ മനുഷ്യനിൽ, വിശ്വാസികൾ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. അതിനെ വിസ്മരിക്കാനും അവരുടെ നന്മ കാണാനും നല്ലത് പറയാനുമാണ് മതം പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംസാരവും ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല എന്ന്. വ്യക്തികളോട്, സംഘടനകളോട്, പാർട്ടികളോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. മനുഷ്യനാണ്, നമുക്ക് പല നിലപാടുകളുണ്ടാകും, പല വിചാരങ്ങളുണ്ടാകും, പല ആശയങ്ങളുണ്ടാകും, കാഴ്ചപ്പാടുകളുണ്ടാകും, മറ്റുള്ളവർക്ക് വേറെ രീതിയിലുണ്ടാകും. പക്ഷെ അതൊക്കെ പ്രകടിപ്പിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യാം.
പക്ഷെ ഒരിക്കലും അത് വ്യക്തിഹത്യയിലേക്കോ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്കോ മാറരുത് എന്ന കൃത്യമായ കാഴ്ചപ്പാടല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ യസ്ഖറ മിൻകും ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനതയും ഒരിക്കലും പരിഹസിക്കരുത്, നിസ്സാരമാക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരുപക്ഷെ ഇവർ ആരെ കളിയാക്കുന്നുവോ, ആരെ പരിഹസിക്കുന്നുവോ, ആരെ വിമർശിക്കുന്നുവോ അവർ ഇവരെക്കാൾ, ഈ പറയുന്നവരെക്കാൾ നല്ലവരായിരിക്കാം. വലാ നിസാഉം മിൻ നിസാ, ഒരു പെണ്ണും വേറൊരു പെണ്ണുങ്ങളെ ഒരിക്കലും കുറ്റം പറയരുത്, വിമർശിക്കരുത്, വ്യക്തിഹത്യ ചെയ്യരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, വിമർശിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ ഇവരെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ തമ്മിൽ തന്നെ സ്വന്തമായി തന്നെ പരസ്പരം കുറ്റപ്പെടുത്തരുത്. വലാ തനാവസു ബിൽ അൽഖാബ്, ചീത്ത പേര് വിളിക്കരുത്. ഖുർആൻ പറയാണ്, പേര് വിളിക്കരുത്, ചീത്ത പേര് വിളിക്കരുത്. ബിഅസ്ലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, വിശ്വാസം കൈക്കൊണ്ടിട്ട് ഇതുപോലുള്ള വർത്തമാനമൊക്കെ പറയുന്നത് എത്രമാത്രം മോശമാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരാളെക്കുറിച്ചും വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ അധിക്ഷേപിക്കുന്ന ഒരു സംസാരമോ ഇടപെടലുകളോ ബന്ധങ്ങളോ ഒരു മുസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മതം പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഉമർ ഫാറൂഖ്, മഹാനായ ബിലാലും റളിയല്ലാഹു തആല അബൂദറും തമ്മിൽ ഒരു തർക്കമുണ്ടായി. രണ്ട് വലിയ സഹാബിമാരാണ്, അബൂദർ റളിയല്ലാഹു തആലാനും ബിലാലും. രണ്ടുപേരും എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അബൂദർ റളിയല്ലാഹു തആല ബിലാലിനെ വിളിച്ചത് ഇബ്ന സൗദാ എന്ന, കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചുപോയി. കറുത്ത പെണ്ണിൻ്റെ പുത്ര എന്ന്. നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു തആലാനെ കുറിച്ച്, ഒരു കറുകറുത്ത അടിമപ്പെണ്ണിൻ്റെ മകനായി കറുകറുത്ത മനുഷ്യനായി ജീവിച്ച, ചുരുണ്ട മുടിയുള്ള, ശരീരത്തിലാകമാരെ ഉമ്മയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുകൊണ്ട് മുറിപ്പാടുകളുള്ള മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനെ വംശീയമായ അധിക്ഷേപം നടത്തി, വർണ്ണത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചു. കറുത്തവരുടെ പുത്ര എന്ന് വിളിച്ചുപോയി, കറുത്ത പെണ്ണിൻ്റെ പുത്ര എന്ന്. ബിലാൽ ആരാണ്? വലിയ സ്വഹാബിയാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ ഒരു പരാതിയെത്തി. അബൂദർ എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിയെ അള്ളാഹിൻ്റെ പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞത്, അയ്യത്തഹു ബി ഉമ്മിഹി, എടോ അബൂദർ, അയാളുടെ ഉമ്മാന്റെ പേര് പറഞ്ഞുകൊണ്ട് നീ അധിക്ഷേപിച്ചോ ഈ മനുഷ്യനെ, അബൂ ബിലാലിനെ. എന്നിട്ട് പറഞ്ഞു, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ, ബുഖാരിയുടെ ഹദീസാണ്. ഇപ്പോഴും ആ ജാഹിലിയ സംസ്കാരം പേര് നടക്കുകയാണോ നീ? ആ ജാഹിലിയ സംസ്കാരം, വൃത്തികെട്ട അജ്ഞാനകാലത്തെ ആ അധമവികാരങ്ങളും ആ വൃത്തികെട്ട സ്വഭാവവും കൊണ്ട് നടക്കുകയാണോ നീ? അത്ര മനുഷ്യനാണോ നീ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കർശനമായിട്ട് താക്കീത് ചെയ്തു അള്ളാഹിൻ്റെ പ്രവാചകൻ. വ്യക്തിപരമായ അധിക്ഷേപം പാടില്ല, അദ്ദേഹത്തിനെ പരിഹസിക്കാൻ പാടില്ല. അദ്ദേഹം കറുത്തവളുടെ പുത്രനാവട്ടെ, കറുത്ത മനുഷ്യനാവട്ടെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി തഖാക്കും, ഏറ്റവും ആദരണീയൻ ആരാണ്? ഏറ്റവും തഖ്വയുള്ളവനല്ലേ? അധിക്ഷേപിക്കാൻ പാടില്ല. അബൂദറിന്റെ മനസ്സിൽ വല്ലാത്ത വികാരമുണ്ടായി, വല്ലാത്ത കുറ്റബോധമുണ്ടായി. അദ്ദേഹം നേരെ ബിലാൽ വരുന്ന വഴി താഴെ കടന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം താഴെ തൻ്റെ കവിൾ നിലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കടന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അർഫഉ ഖദ്ദി മിന തുറാബ് ഹത്താ യതഅ ബിലാൽ ഖദ്ദി ബിഖദമിഹി. എൻ്റെ ഈ കവിൾ, അദ്ദേഹം കവിളിങ്ങനെ മണ്ണിൽ ചേർത്ത് വെച്ചിട്ട് കടന്നിട്ട് പറയാണ്, ബിലാൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽപാദം കൊണ്ട് എൻ്റെ കവിളിൽ ചവിട്ടിയാലത് ഞാൻ ഇനി എഴുന്നേൽക്കില്ല എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല എന്ന് പറയാം. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപം ഇസ്ലാം അംഗീകരിക്കാത്തൊരു കാര്യമാണ്. വളരെ ഗൗരവത്തിൽ കൊടും കുറ്റമായിട്ട് കാണുന്ന, കൊടും ശിക്ഷ ഇസ്ലാം ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയ ഗുരുതരമായ തെറ്റമാണ് വ്യക്തികളെ അധിക്ഷേപിക്കാന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ രണ്ട് സൂറത്തുകളാണ് വൈൽ കൊണ്ട് തുടങ്ങുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ ഒന്ന്, മറ്റൊന്ന് വൈലുൽ ലിൽ മുത്തഫിഫീൻ. ഈ രണ്ട് അധ്യായങ്ങളാണ് വൈൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്നത്. വൈൽ എന്ന് പറഞ്ഞാൽ മഹാനാശം എന്നാണ്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു പ്രത്യേകമായ താഴ്വരക്കാണ് വൈൽ എന്ന് പറയുന്നത്. അത്രമാത്രം ഗുരുതരമായ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ മഹാനാശം അല്ലെങ്കിൽ മഹാനരകത്തിൻ്റെ ഈ അപകടകരമായ അവസ്ഥ ഉണ്ടാവുക. ഒന്ന്, മനുഷ്യൻ്റെ സ്വത്ത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്രിമം കാണിക്കുന്ന ആളുകൾ. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരെ പറ്റിയാണ്. അളക്കുമ്പോഴും തൂക്കുമ്പോഴുമൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് അഴിമതി കാണിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, മനുഷ്യരെ സാമ്പത്തികമായിട്ട് ദ്രോഹിക്കുന്ന ആളുകൾ. മറ്റൊന്ന് വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്തു വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾ. വൈലുൻ നാശം, ലികുല്ലി ഹുമസത്തിൻ ലുമസ. ഹുമസ എന്ന് പറഞ്ഞാൽ ഹമ്മാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വാക്കുകൾ കൊണ്ട് നോവിക്കുന്നവർ എന്നാണ്. ലുമസ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രവർത്തനങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ആളുകൾ എന്നാണ്. അവന് അല്ലത് മാലം വാദ്ദത്ത്, അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ടാക്കി എണ്ണി ഇങ്ങനെ നോട്ടുകളാക്കി കെട്ടാക്കി ബാങ്കിലും വീട്ടിലെ ലോക്കലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിക്കുന്ന അവൻ്റെ സമ്പത്ത് എന്നും അവനെ ഈ ഭൂമിയിൽ താമസിപ്പിക്കുമെന്നാണോ?
കല്ലാലയുമ്പതന്ന ഫിൽ ഹുതമ, ഒരിക്കലുമല്ല അവർ ഹുതമയിൽ അവർ ഇടപെടുക തന്നെ ചെയ്യും. എന്താണ് ഹുതമ? വമാ അദ്റാക മൽ ഹുതമ, ഇടിച്ചുടക്കപ്പെടുന്ന സ്ഥലം എന്നാണ്. പ്രത്യേകമായ നരകത്തിലെ പ്രത്യേകമായ ശിക്ഷാ കേന്ദ്രമാണത്. വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ, കത്തിജ്വലിക്കുന്ന അഗ്നിനാളങ്ങളാണ്, ഭയാനകമായ നരകമാണ്. അത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്, ആ ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്ന വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ കടുത്ത പാതകം അല്ലെങ്കിൽ ഈ കടുത്ത കുറ്റം കിട്ടുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. ഒറ്റൊരു ഹദീസ് മാത്രം മതി സഹോദരന്മാരെ. ഒരു മനുഷ്യന് അപകടത്തിൽപ്പെടാൻ, നരകത്തിൽ പോവാൻ ഒറ്റ കാര്യം മതി. മുസ്ലിം, തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യനെ നിസ്സാരനാക്കുക, അവനെ കളിയാക്കുക, പരിഹസിക്കുക, കൊച്ചാക്കുക, ചെറുതാക്കുക, അധിക്ഷേപിക്കുക, അവരെ താഴ്ത്തിക്കെട്ടുക, നിന്ദിക്കുക. ഇത് മാത്രം മതി ഒരു മനുഷ്യന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോവാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തിഹത്യയുടെ ഭാഗ്യമാണ് ആളുകളെ കുറ്റം പറയാ, ഗീബത്ത് പറയാ, നമീമത്ത് പറയാ എന്നൊക്കെ ഉള്ളത്. അല്ലാഹു റസൂൽ പറഞ്ഞത് അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാന, ആളുകളെ കുറിച്ച് പരദൂഷണം പറയണത്, കുറ്റം പറയണത്, കളിയാക്കണത്, പരിഹസിക്കണതൊക്കെ അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തിനേക്കാളും ഗുരുതരമാണ്. വ്യഭിചാരത്തിനേക്കാളും ഗുരുതരമാണ് ആൾക്കാരെ കുറ്റം പറയാന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് സ്വഹാബി ചോദിച്ചു, വകൈഫ് നബി, എങ്ങനെയാണത്? അതെത്രമാത്രം സിനയേക്കാൾ, വ്യഭിചാരത്തിനേക്കാൾ ഗുരുതരമാണ് പരദൂഷണം. അല്ലാഹു റസൂൽ പറഞ്ഞു, അർറജുലു യസ്നി, ചില ആളുകൾ വ്യഭിചരിക്കും, തെറ്റുപറ്റിപ്പോയി, പക്ഷേ സുമൈതുബുല്ലാഹു അലൈഹി, അയാൾ പടച്ചവനോട് മനസ്സറിഞ്ഞുകൊണ്ട് തോബ ചെയ്താൽ അല്ലാഹു തോബ സ്വീകരിക്കും, വ്യഭിചരിച്ച ആളാണെങ്കിൽ. എന്നാൽ വഇന്ന സ്വാഹിബൽ ഗീബ, മനുഷ്യരെ കുറിച്ച് ദൂഷണം പറയുന്ന ആളുകൾ, വൃത്തികേടുകൾ പറയുന്ന ആളുകൾ, ചീത്ത പറയുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ലാ യഗ്ഫിറുല്ലാഹു ലഹു ഹത്താ യഗ്ഫിറ ലഹു സാഹിബുഹു, അയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ ഈ വ്യക്തി പുറത്തു കൊടുക്കണം. ആരെക്കുറിച്ച് ദുഷിച്ച് പറഞ്ഞോ ആ വ്യക്തി പൊരുത്തപ്പെട്ടാലല്ലാതെ പടച്ചവന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല, പുറത്തു കൊടുക്കുകയില്ല. അത്രമാത്രം അപകടം വരുത്തി വെക്കുന്ന കാര്യമാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഗുരുതരമാണ് ആളുകളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക. ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളൊക്കെ വ്യാപകമാണ്. അവനവൻ്റെ സ്മാർട്ട് ഫോണിൽ എന്തും ടൈപ്പ് ചെയ്തുകൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് പ്രചരിപ്പിക്കാൻ പറ്റാവുന്ന ആധുനിക സംവിധാനമുണ്ട്. എത്രയോ മനുഷ്യരുടെ കുടുംബജീവൻ തകർത്തവരുണ്ട്, എത്രയോ ആളുകളുടെ പൊതുജീവിതം നശിപ്പിച്ച ആളുകളുണ്ട്. വേണ്ടാത്ത കഥകളും അത്യുക്തികളും ഉണ്ടാക്കി സമൂഹത്തിൽ പ്രചരിപ്പിച്ച മനുഷ്യരെ മാനം കെടുത്തുക എത്രമാത്രം ഗുരുതരമായ തെറ്റാണ്, വളരെ അപകടകരമാണ്. സഹോദരന്മാരെ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെയല്ല. ഓരോ മഹലിലുള്ള ആളുകളൊക്കെയാണ് പരസ്പരം മത്സരിക്കുക. ഓരോ വാർഡിലും ഉള്ള അയൽവക്കക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിലൊക്കെയാണ് ഇരു മുന്നണിയിൽ നിന്നുകൂടി പരസ്പരം മത്സരിക്കുന്നത്. ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച് എത്രയോ ആളുകൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാന രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. പക്ഷെ നാം ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചായവും താല്പര്യം ഉണ്ടാകും. പക്ഷേ അതൊരിക്കലും നാം മുഅ്മിനാണെന്ന തലം വിട്ടു പോകാൻ പാടില്ല. അത് നാം മനസ്സിലാക്കണം. നാം ഒരു മുഅ്മിനീങ്ങളാണ്. ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിധേയത്തിൻ്റെ പേരിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്യാനും അവരെ ഇകഴ്ത്തിക്കെട്ടാനും പൊതുസമൂഹത്തിൽ അവരെ ഇകഴ്ത്താനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുമെന്ന കൃത്യമായ ബോധ്യം നമുക്ക് വേണം. വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും സജീവമാണ്. എല്ലാ ആളുകളും പല പാർട്ടിയുടെയൊക്കെ പ്രചാരകരോ പ്രവർത്തകരോ അനുഭാവികളായിരിക്കും. പക്ഷേ നാം ഒരു പൊതുസത്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, നാമൊക്കെ ഇസ്ലാമിക സമാജത്തിൽ അംഗങ്ങളാണ്. അത് മറന്നുകൂടാ. ഈ താൽക്കാലികമായ ദുനിയാവിന് ശേഷം ശാശ്വതമായി ജീവിക്കേണ്ട ലോകമുണ്ട്. അവിടേക്കുള്ള ഒരു പരീക്ഷണ കാലഘട്ടം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. ഇത് നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടണം. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ ആ കാര്യം നാം മറന്നു പോവാതിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.